സംസ്ഥാനത്തിൻ്റെ കടം 6 ലക്ഷം കോടിയിലേക്ക് അടുക്കുകയാണെന്നും ആശുപത്രികളിൽ പോലും മരുന്നില്ലാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ UDF വൈക്കം നിയോജകമണ്ഡലം കമ്മിറ്റി തലയോലപ്പറമ്പ് KR ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച UDF പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിലെ ധർമ്മശാസ്താവിന്റെ ശ്രീകോവിലിന്റെ കഥകും കട്ടളപ്പടിയും ദ്വാരപാലക ശില്പവും സ്വർണവും അടിച്ചു മാറ്റിയ ആളുകളാണ് കേരളം ഭരിക്കുന്നത്. എന്താ പറഞ്ഞത്? ഈ സംഭവം പറഞ്ഞപ്പോ അത് ഏതൊരു പോറ്റിയാണ്. അന്ന് കേരളത്തിലെ പ്രതിപക്ഷം കൃത്യമായി അതിന് മറുപടി പറഞ്ഞു. ഇത് ഏതോ ഒരു പോറ്റി മാത്രമല്ല, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ, CPM നേതാക്കൾ ഉൾപ്പെടെ ഈ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു. ഇപ്പൊ കോടതി അതിനകത്ത് അടിമറിയിട്ട് നമുക്കറിയാം. 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇപ്പോൾ ജയിലിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളുകളായ 2 നേതാക്കൾ. ശബരിമല അയ്യപ്പസ്വാമിയുടെ സ്വർണം മോഷ്ടിച്ചതിന് റിമാൻഡിലായി ജയിലിൽ കിടക്കുന്ന CPMന്റെ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാത്തത് പാർട്ടി അവരെ ഭയക്കുന്നതുകൊണ്ടാണെന്നും അവർ വായ തുറന്നാൽ CPM മന്ത്രിമാർ കൂടി ജയിലിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. UDF ചെയർമാൻ പോൾസൺ ജോസഫിന്റെ അധ്യക്ഷതയിൽ നടത്തിയ പ്രവർത്തക കൺവെൻഷനിൽ പാർലമെന്റ് അംഗം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP, മഹിളാ കോൺഗ്രസ് അധ്യക്ഷ അഡ്വക്കേറ്റ് JB മേത്തർ, ബോൺസ് ജോസഫ് MLA, കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നാട്ടകം സുരേഷ്, UDF ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യൂസ്, UDF കൺവീനർ B അനിൽകുമാർ, CMB ജില്ലാ സെക്രട്ടറി തമ്പി ചന്ദ്രൻ തുടങ്ങി കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. ഊർജം പകരുന്ന ബഹുമാന്യനായ ശ്രീ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന വലിയ സമ്മേളനങ്ങൾ നടക്കുകയാണ്. നിങ്ങളെല്ലാവരും ഫീൽഡിലിറങ്ങി വീടുകൾ കയറി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിക്കുന്ന ഈ വിലയേറിയ സമയം, ഇന്നലെ പലരെയും വിളിച്ച് ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫീൽഡിൽ ഇറങ്ങാൻ പോവുകയാണ്, അതുകൊണ്ട് ഞങ്ങളെ ഒഴിവാക്കണം എന്നുള്ളതൊക്കെ സ്നേഹബുദ്ധിയായിട്ട് ആവശ്യപ്പെട്ടെങ്കിൽ അതിനേക്കാൾ സ്നേഹബുദ്ധിയാണ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു. നിങ്ങൾക്ക് ഇതിന് അനുഭവമായിരിക്കും കഴിയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ ഉജ്ജ്വലമായ വിജയം കേരളത്തിൽ നേടാൻ കഴിയും. വൈക്യത്വം അത് നേടാൻ കഴിയും എന്ന് ഇവിടെ B അനിൽകുമാറും പോൾസൺ ജോസഫും ഇവിടെ ചൂണ്ടിക്കാണിച്ചത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈക്കം അസംബ്ലി മണ്ഡലം ഉൾപ്പെടെ UDF തിരിച്ചു പിടിക്കാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ തിളക്കമാർന്ന വിജയം നേടിയെടുക്കാം. കൺവെൻഷനോടനുബന്ധിച്ച് UDF വൈക്കം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ സംഗമവും സംഘടിപ്പിച്ചു. വിഷൻ ന്യൂസ്, വൈക്കം.